നമസ്കാരം. ഇന്ത്യക്ക് മേൽ അമേരിക്ക അന്യായ താരിഫ് ചുമത്തി ഇന്ത്യയെ വരുതിയിൽ നിർത്തി ഇന്ത്യയെ ഒരു അടിമ രാജ്യമാക്കി വെക്കാം എന്ന കാഴ്ചപ്പാടിൽ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ മിക്കവാറും ചില മാധ്യമപ്രവർത്തകർ ഇതിനെ വളരെ നെഗറ്റീവായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക നമ്മളോട് പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കാര്യം ഭയങ്കര പരിതാപകരമാകും, നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും, നമ്മളെ വ്യവസായങ്ങൾ നശിച്ചു പോകും, അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോകും, അങ്ങനെ വളരെ വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ് ചില ജേർണലിസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. അപ്പം ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് നമ്മൾ പറ്റുന്നത്ര ജനങ്ങളിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ നെഗറ്റീവ് ചിന്താഗതി കൊടുക്കേണ്ടുന്ന സമയം അല്ല ഇത്. ഇനിയിപ്പം നമ്മൾ മൊത്തത്തിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ പോലും അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ അമേരിക്ക എന്നൊരു രാജ്യം ഇല്ലെങ്കിലും നമുക്ക് ജീവിച്ചേ പറ്റൂ. ഇതിനെ ഒരു സ്വാതന്ത്ര്യ സമരമായി തന്നെ കാണണം. സ്വാതന്ത്ര്യ സമരമായി കണ്ടിട്ട് അതിനെതിരെയുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടത്. ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സുനാമി വന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മൊത്തം ഭൂമുഖത്തുനിന്ന് ഇല്ലാതെ പോയാലും നമുക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടില്ല. ഇനി ഇപ്പോൾ അമേരിക്ക നിലവിലില്ല എന്നൊരു കാഴ്ചപ്പാടിൽ തന്നെ വേണം നമ്മൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നീക്കാനായിട്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന ഐഡിയകളും ആശയങ്ങളും ഒക്കെ തനിയെ വന്നോളും. അല്ലാതെ എന്നും അമേരിക്ക കണ്ണുരുട്ടുമ്പോൾ നമുക്ക് വയറ്റിളക്കം പിടിക്കുന്ന ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അമേരിക്കനെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. നമ്മളിപ്പം ഈ കിട്ടിയ ഒരു അവസരം പരമാവധി ഉപയോഗിച്ച് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നമ്മളിപ്പം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് വേണ്ടത്. അതിനിപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം മോദി സർക്കാരിന് കട്ട സപ്പോർട്ട് കൊടുക്കുക, അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാത്ത വിധം കട്ട സപ്പോർട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ സർക്കാരിന് വേണ്ടുന്ന നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയാം, അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്താം. പക്ഷേ സർക്കാരിൻ്റെ മനോവീര്യം നഷ്ടപ്പെടുത്തക്ക രീതിയിൽ സർക്കാരിനെ വിമർശിക്കേണ്ടുന്ന സമയമല്ല ഇത്. അങ്ങനെ വിമർശിക്കാൻ നമ്മളിപ്പോൾ നിൽക്കരുത്. നമ്മളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ പറയാം, അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്യാം. എന്നിട്ട് സർക്കാരിൻ്റെ കൂടെ നിന്ന് തന്നെ നമ്മൾ ഇതിനെ എതിരിടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കോൺഗ്രസിനോട് മാത്രമായിട്ടാണ്. ഇനി പൊതുജനങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ പരമാവധി ഇപ്പോൾ സർക്കാർ ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ സ്വദേശത്ത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം നമ്മളൊക്കെ ആക്കണം എന്നാണ് സർക്കാർ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അമേരിക്കനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊക്കെ ആവും. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് വിറ്റിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനാവും. കാരണം നമ്മൾ ഇത് വലിയൊരു കമ്പോളം കൂടിയാണ്. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് 146 കോടി ജനങ്ങളുള്ള ഈ രാജ്യം നമ്മളെ സംബന്ധിച്ച് ഒരു ഉൽപ്പാദക രാജ്യമാണ്, അതേസമയം തന്നെ ഉപഭോക്തൃ രാജ്യമാണ്, എല്ലാമാണ്. നമ്മളെ സാധനങ്ങൾ ഇവിടെ തന്നെ വിറ്റഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറുകിട കച്ചവടക്കാർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റില്ല. ഏറ്റവും മുന്നണി പോരാളികളായിട്ട് നിൽക്കാൻ പറ്റുന്നത് ചെറുകിട കച്ചവടക്കാരാണ്. അവർ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരോട് പറയുക, ഇത് ഇന്ത്യൻ സാധനമാണ്, ഇത് വാങ്ങിക്കോ എന്നുള്ളൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അങ്ങനെ ഇന്ത്യൻ സാധനങ്ങൾ തന്നെ വിപണിയിൽ പരമാവധി എത്തിക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ ഈ ചെറുകിട കച്ചവടക്കാർക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം വീട്ടിൽ നിന്ന് കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോകുമ്പം ഒരു ലിസ്റ്റ് ആദ്യം ആക്കുക. ആ ലിസ്റ്റിൽ നമ്മൾ ലിസ്റ്റാക്കിയ സാധനങ്ങളിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അത് പ്രകാരം നമ്മൾ നോക്കിയിട്ട് ഇന്ത്യൻ സാധനങ്ങൾ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. കാരണം ഇതുപോലെ കുറച്ച് ശ്രദ്ധാലുക്കളായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അമേരിക്കനെ ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അമേരിക്ക എന്നൊരു രാജ്യത്തിൻ്റെ ആവശ്യമൊന്നും പിന്നെ നമുക്ക് വരില്ല. പക്ഷെ നമ്മൾ കട്ട സപ്പോർട്ട് സർക്കാരിന് കൊടുക്കണം. സർക്കാർ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ രാജ്യത്തുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ അതിന് ലേശം വില കൂടുതലൊക്കെ വരാം. ചില സാധനത്തിനൊക്കെ ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന സാധനത്തെക്കാളൊക്കെ ചിലപ്പം വില കൂടുതലൊക്കെ വരാം. പക്ഷെ ആ വില കൂടുതൽ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കൊടുക്കുന്ന ഒരു സംഭാവനയായിട്ട് കരുതിയാൽ മതി. ആ രീതിയിൽ നമ്മൾ പറ്റുന്നത്ര ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും സർക്കാർ പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അമേരിക്കനെ എന്നല്ല, ലോകരാജ്യങ്ങളിലെ ഏത് രാജ്യത്തെയും വെല്ലാനുള്ള പ്രാപ്തി നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 60ഓളം രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് പറ്റാവുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ ഈ ഇടപാടുകൾ നടത്തി. ഇപ്പോൾ എത്ര രാജ്യങ്ങൾ ചേർന്നാൽ അമേരിക്കയ്ക്ക് തുല്യമാവുമോ അത്രയും രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇടപാടുകൾ നടത്തി അമേരിക്കയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ആ രാജ്യങ്ങളുമായിട്ട് അങ്ങ് നടത്തണം. ആ സമയത്ത് അമേരിക്ക
തീർച്ചയായിട്ടും മുട്ടുമടക്കും. അമേരിക്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഈ അമേരിക്ക ജീവിക്കുന്നത് അമേരിക്കയുടെ പൈസ കൊണ്ടൊന്നുമല്ലല്ലോ. നമ്മൾ ഇന്ന് ഇതുപോലെ ഓരോ കാര്യം പറഞ്ഞിട്ട് ആയുധങ്ങൾ വിറ്റിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക ജീവിക്കുന്നത്. അല്ലാതെ അമേരിക്കയുടെ കയ്യിലത്തെ പൈസ കൊണ്ടൊന്നല്ല അവർ ഇത്ര ലാവിഷായിട്ട് ജീവിക്കുന്നത്. അപ്പം നമ്മളെ കയ്യിലത്തെ വരുമാനം പോവും. മാത്രമല്ല നമ്മളെ സപ്പോർട്ട് നിൽക്കുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ആണെങ്കിൽ, നമ്മൾ പറയുന്നിടത്ത് നിൽക്കുന്ന രാജ്യങ്ങളെ ഈ 60 രാജ്യങ്ങളിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ അവരും അമേരിക്കയുമായിട്ട് പിന്നെ സഹകരിക്കുകയും ചെയ്യില്ല. അവരെ വരുമാനവും അമേരിക്കയ്ക്ക് കിട്ടുന്ന വരുമാനവും ഇല്ലാതാകും. അങ്ങനെ അമേരിക്കയ്ക്ക് അവസാനം തോൽവി സമ്മതിക്കേണ്ടതായിട്ട് വരും. ഇനി തോറ്റാലും ജയിച്ചാലും പ്രശ്നമില്ല. നമുക്ക് സ്വതന്ത്രമായിട്ടും നമ്മളെ മെക്കിട്ട് ആരും കയറാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള സംവിധാനം അപ്പോഴത്തേക്കാവും. അതിന് വേണ്ടത് ഇപ്പം നമ്മൾ നല്ല ആത്മവീര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ നമ്മൾ ജയിക്കും എന്ന കാഴ്ചപ്പാടിൽ തന്നെ വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. അതിനായിട്ട് ഇപ്പം മാധ്യമപ്രവർത്തകരൊന്നും അതിനെ നെഗറ്റീവായിട്ട് ജനങ്ങളിലേക്ക് അവരിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.